അവളെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ പറഞ്ഞു പോകരുത്. ഇതിന് മാത്രം ദേഷ്യം വരാനേ ശാലിനി നമ്മളോട് എന്ത് തെറ്റായത്? അവളുടെ പേര് ഇവിടെ പറയരുതെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ മോനെ കൊന്നവളാ അവള്. എന്നെ ഇവിടെ ഇരുത്തിയിട്ട് മറന്നു വെച്ച കവർ എടുക്കാൻ പോയതാ പ്രകാശ്. ഇതുവരെ വന്നിട്ടില്ല, ഫോണും കൊണ്ടുപോയിട്ടില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. നീ ആ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചേ. എനിക്ക് പേടിയാവുന്നേട്ടാ. ശരി, ഞാൻ ഇപ്പൊ തന്നെ എത്താം. മക്കളെ, നമ്മുടെ പോക്ക് നാളത്തേക്ക് മാറ്റി വെച്ചാലോ? നടക്കില്ല, നമുക്ക് ഇപ്പൊ തന്നെ പോണം. അതെ, ഇപ്പൊ തന്നെ പോണം. എന്തു പറ്റി ശിവേട്ടാ? ചന്ദ്രൻ പ്രകാശം പോകുന്നില്ലേ? ഇല്ല, ചന്ദ്ര പ്രകാശിനെ നോക്കി ഒരു റെസ്റ്റോറന്റ് ഇരിക്കുക. പ്രകാശ് എന്തോ മറന്നു വെച്ചത് എടുക്കാൻ പോയിട്ട് എത്തിയില്ലെന്നാ പറഞ്ഞേ. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. മക്കള് നല്ല കുട്ടികളല്ലേ, അങ്കിളൊന്ന് പോയിട്ട് പ്രകാശ് അങ്കിളിനെ നോക്കിയിട്ട് വരാം കേട്ടോ. ഉറപ്പായിട്ടും വരുമല്ലോ. വരും, ഉറപ്പ്. വാ. റാണി ഒന്ന് നോക്കിയേക്കെ. പോയിട്ട് വരാമേ. കഷ്ടായില്ലേ പപ്പി, ഈ പ്രകാശങ്ങൾ എവിടെ പോയതാ? എങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. എന്റെ ക്യാബിനകത്ത് എന്നെ കാണാൻ വന്നത് ആരോ ആയിക്കോട്ടെ, എന്റെ ബന്ധുവോ പരിചയക്കാരനോ ആരോ ആയിക്കോട്ടെ, അവരെ തടയാനും വഴക്ക് പറയാനും ഈ മുറിയിൽ നിന്നും ഇറക്കി വിടാനും ജോണിന് ആരാ അധികാരം തന്നത്? ഞാൻ തന്നിട്ടുണ്ടോ? അതല്ലാതെ എന്റെ തലയ്ക്ക് മുകളിൽ നിന്നും അങ്ങനെ ഒരു ഓർഡർ ജോണിന് വന്നിട്ടുണ്ടോ? ഞാൻ ജോണിനോട് ചോദിക്കുന്നേ. ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാ ജോൺ എന്റെ ക്യാബിനിൽ കയറി എന്നെ കാണാമെന്ന് എന്റെ ചേച്ചിയെ ഹരാസ് ചെയ്തത്? അതിനാരാ ജോണിന് അധികാരം തന്നത്? മാഡം, എനിക്കറിയില്ലായിരുന്നു അത് മാഡത്തിന്റെ ചേച്ചിയായിരുന്നു. മാത്രമല്ല, വേഷവിധാനങ്ങൾ കണ്ടിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. മാഡത്തിന്റെ ഓഫീസ് ഉപകരണങ്ങളെല്ലാം നശിപ്പിക്കുമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. ഓ, കറ തീർന്ന ആത്മാർത്ഥത, ഉത്തരവാദിത്വം, ജോലിയോടുള്ള കൂറ്, പിന്നൊരു വാക്കുണ്ടല്ലോ, അർപ്പണബോധമുള്ളവര്. അതിനും മേലെ പോയാ മറ്റൊരു പേര് കൂടി വിളിക്കാം, ജോലി ഭ്രാന്തന്മാർ, വർക്കഹോളിക്സ്. ഇതിലേത് പേരിട്ട് ഞാൻ ജോണിനെ വിളിക്കണം? മാഡം, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാ ഞാനിതിൽ ഇടപെട്ടത്. അത് മാഡത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. ഐ ആം എക്സ്ട്രീംലി സോറി. സോറി. നേരത്തെ പറഞ്ഞതില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ജോണേ. അനു പറഞ്ഞതല്ലേ അതെന്റെ ചേച്ചിയാണെന്ന്. എന്നിട്ട് അതൊന്നും വകവെക്കാതെ സുഖമില്ലാതെ വന്നു കയറിയ എന്റെ ചേച്ചിയെ മനഃപൂർവ്വം വഴക്ക് പറയല്ലായിരുന്നോ? മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ച ജോണിനോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറവും ജോൺ ചെയ്യും. ജോൺ ഇത് വീണ്ടും ആവർത്തിക്കും. അത് ഒരിക്കലും മാറില്ല. ജോണിന്റെ ജനസ് അത്തരത്തിലുള്ളതായിപ്പോയി. അതിന് മാറ്റാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാ, യു ക്യാൻ ഗോ പ്ലീസ്. എടോ, പുറത്തു പോവാൻ. പാവം ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. മോളെ നഷ്ടപ്പെട്ട മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാൻ കഴിയും. പറഞ്ഞോളൂ മാഡം. റസാഖ്, ചേച്ചിയുടെ കുഞ്ഞ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം റസാഖിന് അറിയാവുന്നതല്ലേ? അറിയാം മാഡം. ഇവിടെ ഇപ്പൊ കളക്ടറേറ്റില് കുഞ്ഞിനെ തിരക്കി ശരിയേച്ചി വന്നിരുന്നു. ഞാനില്ലായിരുന്നു. ചേച്ചിയുടെ മെന്റൽ കണ്ടീഷൻ അല്പം വീക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോയിരിക്കുന്നൊന്നും അറിയില്ല. ഇതൊരു സ്പെഷ്യൽ കേസാക്കി റസാഖ് ഒന്ന് അന്വേഷിക്കണം. തീർച്ചയായും മാഡം. മാഡത്തിന്റെ ചേച്ചിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിവരം പാസ് ചെയ്തേക്കാം.
പിങ്ക് പോലീസിനും വിവരം ഫോർവേഡ് ചെയ്യാം. എത്രയും പെട്ടെന്ന് ചേച്ചിയെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും നോക്കാം. ആ താങ്ക് യു. രാഘവേട്ട, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒരല്പം മനസമാധാനം കിട്ടാനാ. രാഘവേട്ടൻ, ഞാനാണോ രാഘവേട്ടന് മനസ്സമാധാനം കളയുന്നത്? എന്നെ ഞാൻ പറയുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് നീ ഇവിടെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എല്ലാം നിന്റെ തന്നെ ഇഷ്ടമാ. അത് മറ്റുള്ളവരെ നീ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുക. എന്റെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എനിക്കെന്നുള്ളതൊന്നും സ്നേഹിക്കണമെങ്കിലേ ഇപ്പം നിന്റെ അനുവാദം വേണ്ടിയിരിക്കുക. ഞാനും ഈ കൂട്ടിലടച്ച കിളിയും തമ്മിൽ എന്ത് വ്യത്യാസമാമേ ഉള്ളത്? ഇത്രയൊക്കെ മാനസിക ബുദ്ധിമുട്ട് എനിക്കിവിടെ ഉണ്ടെങ്കിലേ ഞാൻ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയുന്ന നീ പറയുന്നേ? രാഘവേട്ടൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് തന്നെ ജീവിതത്തിൽ നടക്കണമെന്ന് പറയുന്നത് തന്നെ മണ്ടത്തരോ. എനിക്കൊന്നേ രാഘവേട്ടനോട് പറയാനുള്ളൂ. രാഘവേട്ടൻ കാണുന്ന ലോകമല്ല നമുക്ക് ചുറ്റുമുള്ളത്. നമ്മുടെ മുന്നിൽ ചിരിച്ചും കളിച്ചും പോകുന്നവരെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ മറ്റാരൊക്കെയോ. അത് രാഘവേട്ടൻ മനസ്സിലാക്കണം. ഇനിയെങ്കിലും കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ജീവിക്കണം. ഇല്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് സ്വന്തം ജീവിതം തന്നെയാ. തീർന്നു നിന്റെ സാരോപദേശം. ഞാനേ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പിന്നാലെ നടന്നേ ഇങ്ങനെ ഓതിത്തരണമെന്നൊന്നുമില്ല. ശരി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കേ. എന്നാലും എനിക്കെന്റെ കടമ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? കുഴിവെട്ടി അങ്ങ് മൂട്. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മോനും മരുമോളും ഒക്കെ വേണം. ഇനി അവർക്ക് പേര് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. മരുമകള്, അവളെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ പറഞ്ഞു പോകരുത്. ഇതിന് മാത്രം ദേഷ്യം വരാനേ ശാലിനി നമ്മളോട് എന്ത് തെറ്റായതേ? അവളുടെ പേര് ഇവിടെ പറയരുതെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ മോനെ കൊന്നവളവള്.